ഇനി അബുദാബി കോടതിയിൽ പോലും ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് ഫീസ് അടയ്ക്കാമെന്ന ചരിത്ര പ്രസ്താവന വരാൻ മാത്രം എന്താണ് ക്രിപ്റ്റോ ലോകത്ത് നടത്തുന്ന ആധുനിക വിപ്ലവം? 2008 പിറവിയെടുത്ത ഡിജിറ്റൽ മണി എന്ന ആശയം 2009 പ്രാബല്യത്തിൽ വന്നപ്പോൾ മൂല്യം ഏകദേശം $0.35 ആയിരുന്നു. ഇന്ന് അതിന്റെ മൂല്യം ഏകദേശം 1 കോടി ഇന്ത്യൻ രൂപയ്ക്ക് മേൽ എത്തിക്കഴിഞ്ഞു. ലക്ഷങ്ങളുടെ ഇരട്ടിയിലുള്ള ഒരു കുതിച്ചുചാട്ടം. ഈ കുതിച്ചുചാട്ടം തന്നെയാണ് പുതിയ തലമുറയെ ഈ മേഖലയിലേക്ക് വഴിതിരിച്ചു വിട്ടത്. എന്നാൽ ഇതിൽ തന്നെ അപകടവും പതിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. കൂടുതൽ പഠിക്കാതെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടം സംഭവിച്ചവരുമുണ്ട്, പറ്റിക്കപ്പെടുന്നവരുമുണ്ട്. ഇങ്ങനെ കോടിപതികളായവരും നമുക്ക് മുന്നിൽ കാണാം. ഫുള്ളി ഡിജിറ്റലായ ഈ കറൻസി ആളുകൾ വാലറ്റ് ആയി ഇടപാടുകൾ നടത്താനും ഉപയോഗിക്കുന്നു. അതുകൂടാതെ ഇൻവെസ്റ്റ്മെന്റായും ഉപയോഗിക്കുന്നവരുമുണ്ട്. ലോകം മൊത്തം ഒരു കോയിന് കീഴിൽ എന്ന ആശയം വരുമ്പോൾ മൂല്യം കുറഞ്ഞ കറൻസി ഉപയോഗിക്കുന്ന രാജ്യത്തുള്ളവർക്ക് പ്രോഫിറ്റ് ലഭിക്കുമ്പോൾ വലിയ എമൗണ്ടായി വരും എന്നുള്ളതും ഇന്ത്യയിൽ അടക്കമുള്ളവരെ ഇത് കൂടുതൽ ആകർഷിക്കുന്നു. ക്രിപ്റ്റോ വെറും ഒരു കോയിൻ മാത്രമല്ല, അതനുബന്ധിച്ച മാർക്കറ്റുകളും കോച്ചിങ് സെന്റേഴ്സും ഏജൻസും എക്സ്ചേഞ്ചും അങ്ങനെ തുടങ്ങി വലിയൊരു പാരലൽ ഇക്കോ സിസ്റ്റമാണ് ഇന്ന് ക്രിപ്റ്റോ. അടുത്ത ഒരു എതിരാളി വരുന്നത് വരെ ഈ ലോകത്തെ വാഴുന്നത് ക്രിപ്റ്റോ ആയിരിക്കും.